കാരണം കുറേ അമെൻമെന്റ് ആണ് 63, 64 വന്ന്. അപ്പം തുടക്കം കേൾക്കുന്ന ഒരാൾക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ, നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചു വരുള്ളൂ. ഓക്കെ, കുറേ സമയം എടുക്കും പഠിക്കണം. ഇത് റിവിഷൻ ചെയ്ത് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു സുപ്രഭാതം കൊണ്ട് ഒരിക്കലും ഈ ഓഡിറ്റിങ്ങും കാര്യം കേസുകൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല, ഒരിക്കലും ഒരാളെ കൊണ്ട്. ഓക്കെ, കുറേ കൊല്ലം മെനക്കെട്ടല്ല, കുറേ ദിവസം റിവിഷൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ മനസ്സിലാവും. കറക്റ്റ് പഠിക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. എന്ത്? ഈ ഓഡിറ്റിങ് ഒരു ദിവസം ടൈമിന് മൊത്തം പഠിക്കാം. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം, പോയിന്റ് ചെയ്തിട്ട്. ഞാൻ എൻ്റെ രീതിയിലേക്ക് നോട്ട് എഴുതിയിട്ടുണ്ടാവുക. ആ നോട്ട് നിങ്ങളേതായ രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റി എഴുതണം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഭാവിയിൽ അത് നോക്കുമ്പോൾ ആ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ഒരു ബ്രീഫായിട്ട് മെല്ലെ പറഞ്ഞു, എന്താ പറയുക, ചുരുക്കി പറഞ്ഞുതരാം. സാധാരണ എല്ലാ സ്ഥാപനങ്ങളും എന്നോട് തന്നെ പറയാൻ ശ്രമിക്കാം. ഞാൻ പറയുമ്പോൾ എന്നോട് തന്നെ പറയാൻ ശ്രമിക്കും കേട്ടോ, കൃത്യമായിട്ട് പറയാം. ആദ്യം കേരളത്തിലെ എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനം ഓഡിറ്റ് ചെയ്യേണ്ട ചുമതല DCAക്കാണ്. ഓഡിറ്റ് നടത്തുക DC ആണ്. DCA അപ്പോയിന്റ് ആരാണ്? ഗവൺമെന്റ് ആണ് DCA അപ്പോയിന്റ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുക? ഗവൺമെന്റ് ആണ് DCA അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, DCA പവർ ഗവൺമെന്റിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക? ഒന്നിൽ സബോർഡിനേറ്റ് ഓഫ് DCA അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഓഫ് രജിസ്ട്രാർ. DCA അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. DCA പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ആർക്കെല്ലാം കൊടുക്കുക? രജിസ്ട്രാർ സബോർഡിനേറ്റ് അല്ലെങ്കിൽ DCA സബോർഡിനേറ്റ്. ഈ DCA ആരെ കൺട്രോളിലാണ്? രജിസ്ട്രാർ കൺട്രോളിലാണ്. DCA ആരെ കൺട്രോളിലാണ്? രജിസ്ട്രാർ കൺട്രോളിലാണ്. ഓക്കെ, ഇനി എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഓഡിറ്റ് നടത്തണം എന്ന് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജിംഗ് കമ്മിറ്റി റെസ്പോൺസിബിലിറ്റി ആണ്. എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനത്തിലും ഒരു പ്രാവശ്യമെങ്കിലും ഓഡിറ്റ് നടത്തണം എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജിംഗ് കമ്മിറ്റി റെസ്പോൺസിബിലിറ്റി ആണ്. മാനേജിംഗ് കമ്മിറ്റി ഓക്കെ എത്ര മാസം കൊണ്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം? ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസം കൊണ്ട് ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്യണമെന്നത് ആരെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജിംഗ് കമ്മിറ്റി റെസ്പോൺസിബിലിറ്റി ആണ്. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസം കൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിറ്റർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതർ സ്റ്റേറ്റ്മെന്റും കാര്യവും ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1 മാസം കൊണ്ട് എന്ത് ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കണം. ആര് തയ്യാറാക്കണം? 1 മാസം കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കണം. ഈ ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കിയിട്ട് ഇത് ആർക്ക് കൊടുക്കണം? മാനേജിംഗ് കമ്മിറ്റി കൊടുക്കണം. ഇത് ആർക്ക് കൊടുക്കണം? മാനേജിംഗ് കമ്മിറ്റി കൊടുക്കണം. മാനേജിംഗ് കമ്മിറ്റി കിട്ടിയ ശേഷം മാനേജിംഗ് കമ്മിറ്റി ഇതിന്റെ ആക്യുറൻസിയും കാര്യവും പരിശോധിച്ചിട്ട് ഏത് ദിവസമാണോ ചീഫ് എക്സിക്യൂട്ടീവ് നമുക്ക് മാനേജിംഗ് കമ്മിറ്റി കൊടുത്തത് ആ ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റർക്ക് കൈമാറണം. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1 മാസം കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതർ സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ആ തയ്യാറാക്കിയിട്ട് മാനേജിംഗ് കമ്മിറ്റി കൊടുക്കും. മാനേജിംഗ് കമ്മിറ്റി അതിന്റെ ആക്യുറൻസിയും കാര്യം പരിശോധിച്ച് 15 ദിവസം കൊണ്ട് ഓഡിറ്റർക്ക് കൊടുക്കും. ഓഡിറ്റർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓഡിറ്റ് ഫേംസ് ആയിട്ട് ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ഓഡിറ്റർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓഡിറ്റർ 90 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓഡിറ്റർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? 90 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഒരു ടൈം ലിമിറ്റ് എന്തായാലും ഒന്നാമത്തെ ടൈം ലിമിറ്റ് 1 മാസം കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കണം. അത് കൊടുത്ത് ആർക്ക് കൊടുക്കണം? മാനേജിംഗ് കമ്മിറ്റി കൊടുക്കണം. മാനേജിംഗ് കമ്മിറ്റി ആക്യുറൻസിയും കാര്യം പരിശോധിച്ച് 15 ദിവസം കൊണ്ട് ആർക്ക് കൊടുക്കണം? ഓഡിറ്റർ കൊടുക്കണം. അങ്ങനെ ടീം ഓഫ് ഓഡിറ്റർ കൊടുക്കണം. ഈ ടീം ഓഫ് ഓഡിറ്റർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് 90 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് 30 ദിവസം കൊണ്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് 30 ദിവസത്തിന്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ DCA കൊടുക്കണം. ഇങ്ങനെ DCAക്കായി ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ ആ കിട്ടിയ ദിവസം തൊട്ട് 45 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്യണം. ഒന്നുമില്ല, ചീഫ് എക്സിക്യൂട്ടീവ് 1 മാസം കൊണ്ട് സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. അത് തയ്യാറാക്കിയിട്ട് ആർക്ക് കൊടുക്കണം? മാനേജിംഗ് കമ്മിറ്റി കൊടുക്കണം. മാനേജിംഗ് കമ്മിറ്റി അത് കിട്ടിയിട്ട് ആക്യുറൻസി കാര്യം പരിശോധിച്ച് 15 ദിവസം കൊണ്ട് ആർക്ക് കൊടുക്കണം? ടീം ഓഫ് ഓഡിറ്റേഴ്സിന് കൊടുക്കണം. ടീം ഓഫ് ഓഡിറ്റേഴ്സ് അത് കിട്ടിക്കഴിഞ്ഞിട്ട് 90 ദിവസം കൊണ്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് 30 ദിവസം കൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് കിട്ടിയതിനു ശേഷം 45 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? പിന്നെ 45 ദിവസം കൊണ്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. 45 ദിവസം കൊണ്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ കിട്ടുമ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ദിവസം തൊട്ട് 1 മാസം കൊണ്ട് ഓഡിറ്റ് ഫീസ് അടക്കണം. 2 മാസം കൊണ്ട് ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഇടണം. ഇത്രയും ടൈം ലിമിറ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. ഇത്രയും ടൈം ലിമിറ്റ് നാലോചിച്ച് നോക്കിയൊക്കെ, ഞാൻ പറഞ്ഞു ഇത്രയും ടൈം ലിമിറ്റ് പഠിക്കാൻ പറ്റില്ല. 1 മാസം കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനിയാണ് ഓഡിറ്റ് ഫീസ്, ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ആയിക്കോട്ടോ. ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് ചോദ്യം വരുത്തുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കൂല,
വരുത്തുള്ള ചോദ്യം അതിന്റെ എക്സംഷനും കാര്യമായിട്ട് ഓ ടി പി സിൽ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് റൂൾ 65 ഓഡിറ്റ് ഫീസിനെ കുറിച്ച് പറയുന്നത്. ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓരോ നമ്മൾ പറഞ്ഞു കുറെ പലതരം കോർപ്പറേറ്റ് സ്ഥാപനമുണ്ട്. ഓരോ കോർപ്പറേറ്റ് സ്ഥാപനം ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ ഓരോ എമൗണ്ട് എത്ര എമൗണ്ട്, ഒരാൾക്ക് 1 ലക്ഷം ആണെങ്കിൽ മറ്റൊരു 50,000 ആയിരിക്കും. ഓക്കെ, മാക്സിമം എമൗണ്ട് വേറെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ എമൗണ്ട് ആണ് ഓരോരുത്തർക്ക്. പിന്നെ കുറെ ആൾക്ക് എന്ത് ചെയ്യേണ്ട, കുറെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യേണ്ട, ഓഡിറ്റ് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. എക്സംഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ബേസിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതും കൂടിയും പറയാം നമുക്ക്. ഓക്കെ, നമ്മൾ ക്രെഡിറ്റ് സൊസൈറ്റിന്റെ കാര്യമാണ്. ക്രെഡിറ്റ് സൊസൈറ്റി ഏത് പെടില്ല? PCIDB ഹൗസിംഗ് സൊസൈറ്റിയും ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് ഒഴികെ. PCIDB ഹൗസിംഗ് സൊസൈറ്റിയും ഹൗസ് മോർട്ട്ഗേജ് ബാങ്കും ഒഴികെയുള്ള ബാക്കി എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെയും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിലാണ്. ഓക്കെ, ഒരു ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ PCIDB ഹൗസിംഗ് സൊസൈറ്റിയും ഹൗസ് മോർട്ട്ഗേജ് ബാങ്കും ഒഴികെയുള്ള എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റിന്റെയും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിലാണ്. മാക്സിമം ഓഡിറ്റ് ഫീസ് എത്രയാണ് ഇവർ കൊടുക്കേണ്ടത്? 1 ലക്ഷം രൂപ. മാക്സിമം ഓഡിറ്റ് ഫീസാണ് എത്ര കൊടുക്കേണ്ടത്? 1 ലക്ഷം രൂപ. എന്നുവെച്ചാല് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലാണെങ്കിൽ 1 ലക്ഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടത്. 10 കോടി വരെ ആണെങ്കിൽ 50,000 വരെയാണ്. 50,000 രൂപയാണ് മാക്സിമം. ഓർമ്മിച്ചു കേട്ടോ, ജസ്റ്റ് ചോദിക്കില്ല, ഓർമ്മിച്ചു വെക്കുക. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തില് ക്രെഡിറ്റ് സൊസൈറ്റിയില് ഇന്ന് വർക്കിംഗ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലാണ് എന്ത് ചെയ്യുക? 1 ലക്ഷം രൂപ ഓഡിറ്റ് ഫീസ് നൽകേണ്ടത്. 10 കോടി വരെയാണ് 50,000. ഓർമ്മിച്ച് വെച്ചാൽ മതി കേട്ടോ, ചോദിച്ചിട്ടില്ല. അപ്പൊ ക്രെഡിറ്റ് സൊസൈറ്റി അതർത്താണ് ഏത്? PCIDB ഹൗസിംഗ് സൊസൈറ്റി ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് ഒഴികെയുള്ള എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റിയും വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഓഡിറ്റ് ഫീസ് എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഇനി PCIDB ഹൗസിംഗ് സൊസൈറ്റിയും ഹൗസ് മോർട്ട്ഗേജ് ബാങ്കും എങ്ങനെയാണ്? ഓൺ ദ അഗ്രിഗേറ്റഡ് ലോൺ ഇഷ്യൂ, എത്ര ലോൺ കൊടുത്തു, എത്ര റിക്കവർ ചെയ്തു, എത്ര ലോൺ കൊടുത്തു, എത്ര റിക്കവർ ചെയ്തു, ഒരു ഇയറിൽ എത്ര ലോൺ കൊടുത്തു, എത്ര റിക്കവർ ചെയ്തു, അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഓഡിറ്റ് ഫീസ് എത്രയാണ് അടക്കേണ്ടത്? 1 ലക്ഷം രൂപ. ഇനി ക്രെഡിറ്റും ക്രെഡിറ്റും നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റി സൊസൈറ്റി, ക്രെഡിറ്റും വായ്പേതര പ്രവർത്തനമുള്ള സൊസൈറ്റി ആണെങ്കിൽ, ക്രെഡിറ്റും നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റി സൊസൈറ്റി ആണ് എന്ത് ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റലും സെയിൽ പ്രൊസീഡ് ഓഫ് ഗുഡ്സും വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലോ അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ് ഗുഡ്സിന്റെ ബേസിലോ എന്ത് ചെയ്യാം? കൊടുക്കണ്ട. അല്ലെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം എത്ര? 1 ലക്ഷം രൂപ. ഓക്കെ, മാക്സിമം എത്ര? 1 ലക്ഷം രൂപ. അപ്പം ക്രെഡിറ്റ് സൊസൈറ്റി ഏത്? PCIDB ഹൗസിംഗ് സൊസൈറ്റി ഹൗസ് മോർട്ട്ഗേജ് ബാങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ 1 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാം. PCIDB ഹൗസിംഗ് സൊസൈറ്റി ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് ആണെങ്കിൽ എത്ര ലോൺ ഇഷ്യൂ ചെയ്തു, എത്ര ലോൺ റിക്കവർ ചെയ്തു, അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുക? ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുക. മാക്സിമം എത്ര രൂപ? 1 ലക്ഷം രൂപ. ഇനി ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ് ഓഫ് ഗുഡ്സോ ഏതിന്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാം? മാക്സിമം എത്ര രൂപ? 1 ലക്ഷം രൂപ. ഇനി ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുക, ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റി ആണ്. ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ എക്സം ചെയ്ത് കൊയറും കൺസ്യൂമർ, കൊയർ സൊസൈറ്റിയും കൺസ്യൂമർ സൊസൈറ്റി ഒഴികെയുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ സെയിൽ പ്രൊസീഡ്സിന്റെ ബേസിലാണ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഗുഡ്സ് കൊയറും കൺസ്യൂമർ സൊസൈറ്റി ഒഴികെയുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ എങ്ങനെയാ? സെയിൽ പ്രൊസീഡ്സിന്റെ ബേസിലാണ് എന്ത് ചെയ്യുക? ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം എത്ര രൂപ? 1 ലക്ഷം രൂപ. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ചോദിക്കില്ല. ആകെ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചത് ഏത് ട്രാൻസ്പോർട്ട് സൊസൈറ്റിന്റെ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഏത് രീതി ചോദ്യം വരുന്ന അറിഞ്ഞൂടാ. അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സൊസൈറ്റി ഗുഡ്സ് ഡീൽസ് ചെയ്യുന്ന സൊസൈറ്റി ഏത്? കൊയറും കൺസ്യൂമറും ഗുഡ്സ് ഡീൽ സൊസൈറ്റി ആണ്. എത്ര? സെയിൽ പ്രൊസീഡ് ബേസിലാണ്. മാക്സിമം എത്ര രൂപ? 1 ലക്ഷം രൂപയാണ്. കൊയർ സൊസൈറ്റി ആണ്, കൊയർ കോപ്പറേറ്റ് സൊസൈറ്റി ആണ്. എന്താ? എത്ര കൊയർ വിറ്റു, എത്ര കമ്മീഷൻ കിട്ടി, ഏതാണോ ഏത് വെച്ചാണ് എത്ര കൊയർ വിറ്റു, എത്ര ഒരു ഓണർ നിലയിൽ എത്ര കയർ വിറ്റു, എത്രയാണ്, അല്ലെങ്കിൽ ഏജന്റ് നിലയിൽ എത്ര കമ്മീഷൻ വാങ്ങി, ഏതിന്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റ് സൊസൈറ്റി ആണ് എത്ര? സെയിൽ പ്രൊസീഡ് വഴിയാണ് എത്ര വിറ്റു വരവ് ബേസിലും ഗുഡ്സ് എത്ര വിറ്റു എന്നുള്ള ബേസിലാണ് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റ് സൊസൈറ്റിന്റെ ഇത്. മാക്സിമം എത്ര രൂപ കൊടുക്കേണ്ടത്? 10,000 രൂപയാണ്. ഈ കൊയർ സൊസൈറ്റിന്റെ കേസിലാണെങ്കിൽ പിന്നെ പ്രൈമറി കൊയർ സൊസൈറ്റി ഒരിക്കലും എന്ത് കൊടുക്കണ്ട? ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊയർ ഫെഡില്ല, അപ്പെക്സ് കൊയർ സൊസൈറ്റിയാണ് 50%, 50% കൊടുക്കണം കേട്ടോ. പിന്നെ പ്രൈമറി കൊയർ കോപ്പറേറ്റ് സൊസൈറ്റി ഒന്നും ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പെക്സ് കൊയർ സൊസൈറ്റി ആണ് ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടത്. 50% ഓഡിറ്റ് ഫീസ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റ് സൊസൈറ്റി ആണെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സിന്റെ ബേസിലാണ്. മാക്സിമം എത്ര രൂപ? 10,000 രൂപ. ഇനി നമ്മൾ പറഞ്ഞ കേരളത്തിൽ കൺസ്യൂമർ സൊസൈറ്റി എത്ര ടയറാണ്? 3 ടയർ ആണ്. ഓക്കെ, 3 ടയർ ആണ്. ഓർമ്മ ഉണ്ടാവും റൂൾ 15(3) പ്രകാരം. ഓർമ്മ ഉണ്ടാവല്ലോ, റൂൾ 15 പഠിച്ചല്ലേ? റൂൾ 15(3) പ്രകാരം
കൺസ്യൂമർ സൊസൈറ്റി 3 ടയർ ആണ്. പ്രൈമറി ലെവൽ പ്രൈമറി ഉണ്ട്, പിന്നെ സെൻട്രൽ ലെവൽ ഏതാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സൊസൈറ്റി ആണ്, പിന്നെ അപ്പെക്സ് ലെവൽ ഏതാണ് പിന്നെ കൺസ്യൂമർ ഫെഡ് ആണ്. അപ്പം പ്രൈമറി കൺസ്യൂമർ ആണ് എത്രയാണ് സെയിൽ പ്രൊസീഡിന്റെ ബേസിലാണ് മാക്സിമം 10,000 രൂപയാണ്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി DWCS അപ്പെക്സ് കൺസ്യൂമർ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ്സോ ഏതാണോ കൂടുതൽ, വർക്കിംഗ് ക്യാപിറ്റൽ ആണോ സെയിൽ പ്രൊസീഡ്സ് ആണോ ഏതാണോ കൂടുതൽ അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യാം OT ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുക. മാക്സിമം OT ഫീസ് എത്രയാണ് ഇവർ കൊടുക്കുന്നത് 1,00,000 രൂപ. ഇനി ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഹയർ ചാർജ് കളക്ട് ചെയ്തതിന്റെ ബേസിലാട്ടോ. ഹയർ ചാർജ് വാടക കളക്ട് ചെയ്തതിന്റെ ബേസിൽ ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഹയർ ചാർജ് കളക്ട് ചെയ്ത ബേസിലാണ് എന്ത് ചെയ്യാം OT ഫീസ് കാൽക്കുലേറ്റ്. ഇത് ചോദിച്ച ചോദ്യമാണ് CSV. ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഏത് രീതിയിലാണ് എന്തിന്റെ ബേസിലാണ് OT ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏതിന്റെ ബേസിലാണ് ഹയർ ചാർജ് ബേസിലാണ്. അല്ലെങ്കിൽ ചോദ്യം തല തിരിഞ്ഞു വരുന്നതാണ് ഹയർ ചാർജ് ബേസിൽ OT ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് തരം സൊസൈറ്റിയാണ്, ഏത് സൊസൈറ്റിയാണ് ട്രാൻസ്പോർട്ട് സൊസൈറ്റിയാണ്. മാക്സിമം എത്രയാണ് ട്രാൻസ്പോർട്ട് സൊസൈറ്റി കൊടുക്കുന്നത് 25,000 രൂപയാണ്. മാക്സിമം എത്രയാണ് 25,000 രൂപയാണ്. ഓക്കെ. ഇനി ഫാമിംഗ് സൊസൈറ്റിയും സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും. ഈ ഫാമിംഗ് സൊസൈറ്റി ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ലോൺ കൊടുക്കുന്ന സൊസൈറ്റിയാണ്. ഫാമിംഗ് സൊസൈറ്റി ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സൊസൈറ്റി ഉണ്ട്, ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത സൊസൈറ്റി ഉണ്ട്. ഫാമിംഗ് സൊസൈറ്റി ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സൊസൈറ്റി ഉണ്ട്, ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത സൊസൈറ്റി ഉണ്ട്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സൊസൈറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിസിൽ മാക്സിമം എത്ര രൂപ 50,000 രൂപ. നിങ്ങൾ ആലോചിച്ച ക്രെഡിറ്റ് ഇല്ലേ, ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന അധിക സൊസൈറ്റിയും വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിൽ കൊടുക്കുക. ഈ ക്രെഡിറ്റ് കൊടുക്കുന്ന സൊസൈറ്റി അല്ലോ. ഓക്കെ. ക്രെഡിറ്റ് നോൺ ക്രെഡിറ്റ് എല്ലാം അത് എങ്ങനെയാണ് വരുന്നത് സെയിൽ പ്രൊസീഡിന്റെ ബേസിലാണ്. നോൺ ക്രെഡിറ്റും സെയിൽ പ്രൊസീഡ് അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. എല്ലാം അങ്ങനെ വരണമെന്നില്ല, നമുക്കൊന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. പരീക്ഷയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ച് ക്രെഡിറ്റ് വരുന്ന എല്ലാ സൊസൈറ്റി എന്ത് ബേസിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലാണ്. ഓക്കെ. മറ്റേ സെയിൽ പ്രൊസീഡിന്റെ ബേസിലാണ്. ട്രാൻസ്പോർട്ട് ഹയർ ചാർജ് ആണ്, അത് എക്സാമിന്റെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാമിലി സൊസൈറ്റി ആണെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ബേസ്ഡ് ആണ്. മാക്സിമം എത്ര രൂപ 50,000 രൂപ. ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത സൊസൈറ്റി ആണ് ഫാമിംഗ് സൊസൈറ്റി ആണ് എന്താ OT ഫീസ് കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആണെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലാണ് കാൽക്കുലേറ്റ്. മാക്സിമം എത്ര രൂപ 50,000 രൂപ. ഇനി ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത സോഷ്യൽ വെൽഫെയർ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട OT ഫീസ് നൽകേണ്ടതില്ല. ഓക്കെ. ഇനി അതർ സൊസൈറ്റി എന്താ ഗ്രോസ് ഇൻകത്തിന്റെ ബേസിലാണ്. അതർ സൊസൈറ്റിയിലും ഗ്രോസ് ഇൻകത്തിന്റെ ബേസിലാണ്. മാക്സിമം എത്ര രൂപ 50,000 രൂപ. ഓക്കെ. ഇനി വീവേഴ്സ് സൊസൈറ്റി എത്രയാണ് മാക്സിമം 25,000 രൂപ. ഹോസ്പിറ്റൽ സൊസൈറ്റി എത്രയാണ് 25,000 രൂപ. ഡയറി സൊസൈറ്റി എത്രയാണ് 25,000 രൂപ. അപ്പൊ 25,000 രൂപ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് പറഞ്ഞ എന്താണ് ട്രാൻസ്പോർട്ട് സൊസൈറ്റി മാക്സിമം 25,000 രൂപയാണ്. വീവേഴ്സ് സൊസൈറ്റി മാക്സിമം എത്രയാണ് 25,000 രൂപയാണ്. ഹോസ്പിറ്റൽ സൊസൈറ്റി മാക്സിമം എത്ര രൂപയാണ് 25,000. ഡയറി സൊസൈറ്റി എത്രയാണ് മാക്സിമം 25,000 രൂപ. വീവേഴ്സ് പാലും കൊണ്ട് എവിടാ പിന്നെ ട്രാൻസ്പോർട്ട് ബസ് കയറി ഹോസ്പിറ്റലിൽ പോയി എന്ന് ആലോചിച്ചേ. വീവേഴ്സ് പാലും കൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിലും കയറി എവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി എന്ന് ഓർമ്മിച്ചൊരു കോഡ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. വീവേഴ്സ് പാലും കൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി എവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി. വീവേഴ്സ് എത്ര 25,000 രൂപ. ട്രാൻസ്പോർട്ട് ബസ് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് സൊസൈറ്റി എത്ര രൂപ 25,000 രൂപ. പാല് നോക്കുന്ന ഡയറി സൊസൈറ്റി എത്ര രൂപ 25,000 രൂപ. എവിടെയാ പോയത് ഹോസ്പിറ്റലാണ് പോയത്. ഹോസ്പിറ്റൽ സൊസൈറ്റി എത്രയാണ് 25,000 രൂപ. ഒരു കോഡ് ഓർമ്മിച്ച് എന്താണ് വീവേഴ്സ് പാലും കൊണ്ട് ട്രാൻസ്പോർട്ട് ബസ് കയറിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ. അത് ഓർമ്മിച്ചേ. ഇത്രയും സൊസൈറ്റി. അപ്പം വീവേഴ്സ് 25,000. ട്രാൻസ്പോർട്ട് ബസ് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് സൊസൈറ്റി എത്ര 25,000. പാല് എന്ന് പറയുമ്പോൾ ഡയർ സൊസൈറ്റി എത്ര 25,000. ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഹോസ്പിറ്റൽ എത്രയാണ് 25,000. ഇനി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പിന്നെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എത്ര 50,000. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 50,000 രൂപ. ഇനി ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എത്ര മാക്സിമം 10,000 രൂപ. അപ്പം പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റിയും 10,000 രൂപ. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എത്ര 10,000 രൂപ. ഇനി എക്സംപ്റ്റ് ചെയ്ത സൊസൈറ്റി എന്ന് പറഞ്ഞാൽ SC സൊസൈറ്റിക്ക് ഇല്ല. അതുപോലെ ഫാമിംഗ് സൊസൈറ്റി സോഷ്യൽ വെൽഫെയർ നമ്മൾ പറഞ്ഞതാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത ഫാമിംഗ് സൊസൈറ്റിക്കും സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിക്കും എന്തില്ല OT ഫീസ് നൽകേണ്ടില്ല. പിന്നെ എല്ലാ കോപ്പറേറ്റ് സ്ഥാപനം കേരളത്തിലെ എല്ലാ കോപ്പറേറ്റ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് ആദ്യത്തെ ഒരു കൊല്ലം എന്ത് ചെയ്യണ്ട OT ഫീസ് കൊടുക്കണ്ട. OT ഫീസ് കൊടുക്കണ്ട. അതേപോലെ തന്നെ വീവേഴ്സ് സൊസൈറ്റി എന്ത് ചെയ്യണ്ട ആദ്യത്തെ 6 കൊല്ലം എന്ത് ചെയ്യണ്ട OT ഫീസ് കൊടുക്കണ്ട. അപ്പം എല്ലാ സൊസൈറ്റിയും പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ കൊല്ലം OT കൊടുക്കണ്ട. അതിൽ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആദ്യത്തെ 6 കൊല്ലം എന്ത് ചെയ്യണ്ട OT ഫീസ് കൊടുക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ 2,000 താഴെ ആണെങ്കിൽ
എന്തുണ്ട് ഓഡിറ്റ് ഫീസ് കൊടുക്കണ്ട. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിന്റെ ക്രെഡിറ്റ് സൊസൈറ്റിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ 2000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഓഡിറ്റ് ഫീസ് കൊടുക്കണ്ട. അതേപോലെ തന്നെ മറ്റു സൊസൈറ്റികൾ ഗ്രോസ് ഇൻകം 10,000 താഴെ എന്തുണ്ട ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഗ്രോസ് ഇൻകം 10,000 രൂപ താഴെ എന്തുണ്ട ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടത്. അപ്പം ക്രെഡിറ്റ് സൊസൈറ്റി വർക്കിംഗ് ക്യാപിറ്റൽ 2000 താഴെ എന്തുണ്ട ഓഡിറ്റ് ഫീസ് കൊടുക്കണ്ട. അതേപോലെ തന്നെ മറ്റു സൊസൈറ്റികൾ ഗ്രോസ് ഇൻകം 10,000 താഴെ എന്താണ് കൊടുക്കണ്ട ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ എല്ലാ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഇല്ല, പ്രൈമറി കയർ സൊസൈറ്റിക്ക് ഓഡിറ്റ് ഫീസ് ഇല്ല. അപ്പെക്സ് സ്ക്വയറിന് എത്ര കൊടുക്കണം? ഹാഫ് റേറ്റ് കൊടുക്കണം, ഞാൻ പറഞ്ഞാണ്. അതുപോലെ പ്രൈമറി ഫിഷർമെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓഡിറ്റ് ഫീസ് ഇല്ല. പ്രൈമറി ഫിഷർമെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തില്ല ഓഡിറ്റ് ഫീസ് ഇല്ല. പിന്നെ അതുപോലെ ഓൾ ഖാദി ആൻഡ് വില്ലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഫീസ് ഇല്ല. പിന്നെ മറ്റൊരു കാര്യം തന്നെ ട്രഡീഷണൽ സൊസൈറ്റിയെ പോട്ടറി, മൺപാത്ര നിർമ്മാണം, ബാമ്പു മുളയായിട്ട് ബന്ധപ്പെട്ട ജാഗരി, വാഷർമാൻ, അത് ചെത്തു തൊഴിലാളി, പിന്നെ കക്കോബേറ്റ്, ലൈം ഷെല്ല്, ഇങ്ങനത്തെ ട്രഡീഷൻ ടൈപ്പ് സൊസൈറ്റിക്ക് എന്തില്ല ഓഡിറ്റ് ഫീസ് ഇല്ല. പിന്നെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ 100 രൂപക്കും 50 രൂപ, എല്ലാ 100 രൂപക്കും 50 രൂപ വെച്ച് എന്ത് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചിട്ട് മനസ്സിലാക്കുക. അതിന്റെ പ്രധാനമായിട്ട് പഠിക്കുന്ന എക്സംഷൻ കേസാണ്, ആർക്കെല്ലാം ഓഡിറ്റ് ഫീസ് ഇല്ലാത്തെന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പം എല്ലാം ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നും കൂടി പറയേണ്ട ആവശ്യമുണ്ടോ? ഇത്രയാണ് ഓഡിറ്റിംഗിൽ ഉള്ളത്. ഓക്കെ ഓക്കെ, വൈൻഡപ്പ് ചെയ്യട്ടെ ക്ലാസ്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിനാണ്.